ശാന്തി. 11/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് സമ്പൂർണം ആകേണ്ടതുണ്ട്. കാരണം തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ പാവന ലോകത്തിൽ വരേണ്ടതുണ്ട്. ചോദ്യം: സമ്പൂർണ്ണ പാവനമാകാനുള്ള യുക്തി എന്താണ്? ഉത്തരം: സമ്പൂർണ്ണ പാവനമാകണം എങ്കിൽ പൂർണ്ണമായും ബഗറാകൂ. ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളെയും മറക്കൂ. എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ പാവനമാകും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ ഇവയെല്ലാം വിനാശമാകേണ്ടതുണ്ട്. അതിനാൽ ധനം, സമ്പത്ത്, വൈഭവങ്ങൾ തുടങ്ങി എല്ലാം മറന്ന് ബഗറാകൂ. ഇങ്ങനെയുള്ള ബഗർ തന്നെയാണ് പ്രിൻസ് ആകുന്നത്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ ആത്മാക്കളെല്ലാം പവിത്രമായിരിക്കുന്നു. നമ്മൾ തന്നെയാണ് പാവനമായിരുന്നത്. പതീതവും പാവനവും എന്നത് ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആത്മാവ് പാവനമാണെങ്കിൽ സുഖമുണ്ടായിരിക്കും. നമ്മൾ പാവനമാവുകയാണെങ്കിൽ പാവന ലോകത്തിൻ്റെ അധികാരിയാകും എന്നത് ബുദ്ധിയിൽ വരുന്നു. ഇതിനു വേണ്ടി തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. 5000 വർഷം മുമ്പ് പാവന ലോകം ഉണ്ടായിരുന്നു. അതിൽ പകുതി കൽപ്പം നിങ്ങൾ പാവനമായിരുന്നു, ബാക്കിയുള്ളത് പകുതി കൽപ്പം. ഈ കാര്യങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, പതീതവും പാവനവും, സുഖവും ദുഃഖവും, പകലും രാത്രിയും പകുതി പകുതിയാണ്. ആര് നല്ല വിവേകമുള്ളവരാണോ, ആരാണോ വളരെ ഭക്തി ചെയ്തത്, അവർ തന്നെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പാവനമായിരുന്നു. പുതിയ ലോകത്തിൽ കേവലം നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി ഇത്രയും പേർ ആരെല്ലാം ഉണ്ടോ അവർ ശാന്തി ധാമത്തിലായിരുന്നു. ആദ്യം നമ്മൾ പാവനമായിരുന്നു. വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്പർ വൈസായി മനുഷ്യ സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മധുരമായ കുട്ടികൾക്ക് ആരാണ് മനസ്സിലാക്കിച്ചു തരുന്നത്? ബാബ. ആത്മാക്കളെ പിതാവായ പരമാത്മാവ് മനസ്സിലാക്കിക്കുന്നു. ഇതിനെ പറയുന്നത് സംഗമം എന്നാണ്. ഇതിനെ തന്നെയാണ് കുംഭം എന്ന് പറയുന്നത്. മനുഷ്യർ ഈ സംഗമയുഗത്തെ മറന്നുപോയി. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. 4 യുഗങ്ങളുണ്ട്. 5ാമത്തേത് ഈ ചെറിയൊരു ലീപ് സംഗമയുഗമാണ്. ഇതിൻ്റെ ആയുസ് ചെറുതാണ്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിൽ പ്രവേശിക്കുന്നു. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെയും അന്തിമത്തിൽ. കുട്ടികൾക്ക് ഇത് സൽക്കാരമാണല്ലോ, പാലനമാണല്ലോ. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി കേൾപ്പിച്ചു. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ആത്മാവും ശരീരവും രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള പാർട്ടാണ്. ഇതിനെ പറയുന്നത് ജീവാത്മാവ് എന്നാണ്. പവിത്ര ജീവാത്മാവും അപവിത്ര ജീവാത്മാവും കുട്ടികളായി നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. സത്യുഗത്തിൽ വളരെ കുറച്ച് ദേവീ ദേവതമാരാണുള്ളത്. പിന്നെ തന്നെക്കുറിച്ചും പറയും, നമ്മൾ ജീവാത്മാവ് സത്യുഗത്തിൽ പാവനമായിരുന്നു. അവർ പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം പതീതമായിരിക്കുകയാണ്. പതീതത്തിൽ നിന്നും പാവനവും പാവനത്തിൽ നിന്നും പതീതവും. ഈ ചക്രം തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഓർമ്മിക്കുന്നതും ആ പതീത പാവനയായ ബാബയെയാണ്. അപ്പോൾ ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ ഒരേ ഒരു തവണ വരുന്നു, വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഭഗവാൻ ഒന്നാണ്. തീർച്ചയായും ആ ഒന്ന് പഴയ ലോകത്തെ പുതിയതാക്കും. പിന്നെ പുതിയതിനെ പഴയതാക്കുന്നത് ആരാണ്? രാവണൻ. കാരണം രാവണൻ തന്നെയാണ് ദേഹാഭിമാനിയാക്കുന്നത്. ശത്രുവിനെയാണ് കത്തിക്കാറുള്ളത്, മിത്രത്തെ കത്തിക്കാറില്ല. സർവരുടെയും മിത്രം ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു.
ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്ന് തന്നെയാണ് സർവർക്കും സുഖം നൽകുന്നവൻ. അപ്പോൾ തീർച്ചയായും ദുഃഖം നൽകുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് 5 വികാരങ്ങളാകുന്ന രാവണൻ. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യം. സ്വസ്തിക വരയ്ക്കുന്നുവല്ലോ. ഇതിൻ്റെയും അർത്ഥം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൽ പൂർണ്ണമായും 4 ഭാഗമുണ്ട്. അല്പം പോലും കുറവോ കൂടുതലോ അല്ല. ഈ ഡ്രാമ വളരെ ആക്യുറേറ്റ് ആണ്. ചിലർ വിചാരിക്കുന്നു നമ്മൾ ഈ ഡ്രാമയിൽ നിന്നും മാറിയെങ്കിൽ വളരെയധികം ദുഃഖിതരാണ്. ഇതിൽ നിന്നും പോയി ജ്യോതിയിൽ ലയിച്ചുവെങ്കിൽ അഥവാ ബ്രഹ്മത്തിൽ ലീനമായെങ്കിൽ. എന്നാൽ ആർക്കും തന്നെ പോകാൻ സാധിക്കുന്നില്ല. എന്തെല്ലാം ചിന്തിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഭിന്ന ഭിന്ന പ്രയത്നവും ചെയ്യുന്നു. സന്യാസി ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ പോയി എന്നൊരിക്കലും പറയില്ല. പ്രവൃത്തി മാർഗത്തിലുള്ളവർ പറയും ഇന്നയാൾ സ്വർഗത്തിൽ പോയി. ആത്മാക്കൾക്ക് സ്വർഗം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത്. നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയാം. മറ്റാർക്കും അറിയില്ല. നിങ്ങൾക്കും അറിയാമായിരുന്നില്ല. ബാബ ഇരുന്ന് കുട്ടികൾക്ക് എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് മനുഷ്യ സൃഷ്ടി രൂപി വൃക്ഷമാണ്. വൃക്ഷത്തിന് തീർച്ചയായും ബീജവും ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. പാവന ലോകം എങ്ങനെ പതീതമാകുന്നു, പിന്നെ ഞാൻ എങ്ങനെ പാവനമാക്കുന്നു. പാവന ലോകത്തെ സ്വർഗം എന്ന് പറയുന്നു. സ്വർഗം പാസ്റ്റായി, വീണ്ടും തീർച്ചയായും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. അതിനാൽ പറയുന്നു വേൾഡിൻ്റെ ഹിസ്റ്ററി റിപ്പീറ്റ് ആകുന്നു. അതായത് വേൾഡ് തന്നെയാണ് പഴയതിൽ നിന്നും പുതിയതും പുതിയതിൽ നിന്നും പഴയതുമാകുന്നത്. റിപ്പീറ്റ് എന്നാൽ തന്നെ ഡ്രാമ എന്നാണ്. ഡ്രാമ എന്ന വാക്ക് വളരെ നല്ലതാണ്, ശോഭിക്കുന്നു. ചക്രം കൃത്യമായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നാടകത്തെ കൃത്യം എന്ന് പറയില്ല. ആരെങ്കിലും രോഗബാധിതം ആകുന്നുവെങ്കിൽ ലീവ് എടുക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ പൂജ്യ ദേവതയായിരുന്നു, പിന്നെ പൂജാരിയായി. ബാബ വന്ന് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ യുക്തി പറഞ്ഞു തരുന്നു. 5000 വർഷം മുമ്പ് പറഞ്ഞു തന്നിരുന്നു. കേവലം പറയുന്നു കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ. ബാബ ആദ്യം നിങ്ങളെ ആത്മാഭിമാനിയാക്കുന്നു. ആദ്യം ഈ പാഠം നൽകുന്നു. കുട്ടികളെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇത്രയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും നിങ്ങൾ മറന്നു പോകുന്നു. ഡ്രാമയുടെ അവസാനം വരുന്നത് വരെയും മറന്നുകൊണ്ട് തന്നെയിരിക്കും. അന്തിമത്തിൽ എപ്പോഴാണോ വിനാശത്തിൻ്റെ സമയമാകുന്നത് അപ്പോൾ പഠനം പൂർത്തിയാകും. പിന്നെ നിങ്ങൾ ശരീരം ഉപേക്ഷിക്കും. ഇതുപോലെ സർപ്പം ഒരു പഴയ പടം പൊഴിക്കുന്നുവല്ലോ. അപ്പോൾ ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഇരിക്കുമ്പോൾ അഥവാ നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ദേഹി അഭിമാനിയായിരിക്കൂ. മുൻപ് നിങ്ങൾക്ക് ദേഹാഭിമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു ആത്മാഭിമാനിയാകൂ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ നിങ്ങളെ 5 വികാരം പിടികൂടുന്നു. ആത്മാഭിമാനിയാകുന്നതിലൂടെ ഒരു വികാരവും പിടികൂടില്ല. ദേഹി അഭിമാനിയായി ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ആത്മാക്കൾക്ക് പിതാവായ പരമാത്മാവിൻ്റെ സ്നേഹം ലഭിക്കുന്നു ഈ സംഗമയുഗത്തിൽ. ഇതിനെ മംഗളകാരി സംഗമം എന്ന് പറയുന്നു. ഇതിൽ ബാബയും കുട്ടികളും വന്ന് കണ്ടുമുട്ടുന്നു. ആത്മാക്കളായ നിങ്ങളും ശരീരത്തിലാണ്. ബാബയും ശരീരത്തിൽ വന്ന് നിങ്ങൾക്ക് ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തുന്നു. എല്ലാവരെയും തിരികെ കൊണ്ടുപോകേണ്ടതുള്ളപ്പോൾ ബാബ ഒരേ ഒരു തവണ വരുന്നു. ഞാൻ നിങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറയുന്നു നമ്മളെല്ലാവരും പതീതമാണ്, അങ്ങ് പാവനമാണ്, അങ്ങ് വന്ന് നമ്മളെ പാവനമാക്കൂ. ബാബ വന്ന് നിങ്ങളെ എങ്ങനെ പാവനമാക്കും എന്നത് കുട്ടികളായ നിങ്ങൾക്കറിയില്ല. ആക്കാത്തത് വരെയും എങ്ങനെ അറിയാനാണ്? ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവ് ചെറിയ നക്ഷത്രമാണ്, ബാബയും ചെറിയ നക്ഷത്രമാണ്. എന്നാൽ ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. നിങ്ങളെയും തനിക്ക് സമാനമാക്കുന്നു.
ഈ ജ്ഞാനം കുട്ടികളായി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ സത്യയുഗത്തിലായിരിക്കുമ്പോൾ ഈ ജ്ഞാനം കേൾപ്പിക്കുമോ? ഇല്ല. ജ്ഞാനസാഗരമായ ബാബ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് നിങ്ങളെ ഇപ്പോൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതകഥ വേണമല്ലോ. അത് ബാബ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അടിക്കടി മറന്നു പോകുന്നു. നിങ്ങളുടേത് മായയോടുള്ള യുദ്ധമാണ്. നിങ്ങൾ ഫീൽ ചെയ്യുന്നു, ബാബയെ നമ്മൾ ഓർമ്മിക്കുന്നു, പിന്നെ മറന്നു പോകുന്നു. ബാബ പറയുന്നു, മായ തന്നെയാണ് നിങ്ങളുടെ ശത്രു. അത് നിങ്ങളെ മറപ്പിക്കുന്നു, അതായത് ബാബയിൽ നിന്നും മുഖം തിരിപ്പിക്കും. കുട്ടികളായ നിങ്ങൾ ഒരേ ഒരു തവണയാണ് ബാബയുടെ മുന്നിലിരിക്കുന്നത്. ബാബ ഒരേ ഒരു തവണ സമ്പത്ത് നൽകുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ വരേണ്ട ആവശ്യമില്ല. പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവും സ്വർഗത്തിൻ്റെ അധികാരിയുമാക്കി പിന്നെ വന്ന് എന്ത് ചെയ്യുവാനാണ്? നിങ്ങൾ വിളിച്ചു, ഞാൻ തികച്ചും സമയമാകുമ്പോൾ വരുന്നു. ഓരോ 5000 വർഷത്തിനു ശേഷവും ഞാൻ എൻ്റെ സമയത്ത് വരുന്നു. ഇതാർക്കും അറിയില്ല. ശിവരാത്രി എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? ആ ഒന്ന് എന്താണ് ചെയ്തത്? ആർക്കും അറിയില്ല. അതിനാൽ ശിവരാത്രിയെ ഹോളിഡേ ആക്കുന്നില്ല, മറ്റെല്ലാവരുടേതിനെയും ഹോളിഡേ ആക്കുന്നു. എന്നാൽ ശിവ് ബാബ വരുന്നു, ഇത്രയും പാട്ട് അഭിനയിച്ചു. ആ ഒന്നിനെക്കുറിച്ച് ആർക്കും അറിയില്ല, അർത്ഥമേ അറിയുന്നില്ല. ഭാരതത്തിൽ എത്ര അജ്ഞാനമാണ്! കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, ശിവ് ബാബ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. അപ്പോൾ തീർച്ചയായും മനുഷ്യരെ ഉയർന്നതിലും ഉയർന്നതാക്കും. ബാബ പറയുന്നു, ഞാൻ ഇത്രയും ജ്ഞാനം നൽകി യോഗം പഠിപ്പിച്ചു. പിന്നെ അവർ നരനിൽ നിന്നും നാരായണൻ ആയി. അവർ ഈ നോളജ് കേട്ടിട്ടുണ്ട്. ഈ ജ്ഞാനം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, മറ്റാർക്കും ശോഭിക്കുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും ആകേണ്ടതുണ്ട്, മറ്റാരും ആകുന്നില്ല. ഇത് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ കഥയാണ്. ആരെല്ലാം മറ്റ് ധർമ്മങ്ങൾ സ്ഥാപിച്ചോ എല്ലാവരും പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനം ആയിരിക്കുന്നു. വീണ്ടും അവർക്കേവർക്കും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ആ പദവി അനുസരിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉയർന്ന പാർട്ട്ധാരിയാകുന്നതിനായി നിങ്ങൾ എത്ര പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു? ആരാണ് പുരുഷാർത്ഥം ചെയ്യിക്കുന്നത്? ബാബ. നിങ്ങൾ ഉയർന്നവരായി മാറുന്നു, പിന്നെ ഒരിക്കലും ഓർമ്മിക്കുന്നതുമില്ല. സ്വർഗത്തിൽ ഓർമ്മിക്കുകയില്ല. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്, പിന്നെ ഉയർന്നതാക്കുകയും ചെയ്യുന്നു. നാരായണന് മുമ്പെയാണ് ശ്രീകൃഷ്ണൻ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നരനിൽ നിന്നും നാരായണൻ ആകണം എന്ന് പറയുന്നു? നരനിൽ നിന്നും കൃഷ്ണനാകണം എന്നെന്തുകൊണ്ട് പറയുന്നില്ല? ആദ്യം നാരായണൻ ആകില്ല, ആദ്യം പ്രിൻസായ ശ്രീകൃഷ്ണനാണല്ലോ ആവുക. കുട്ടി പുഷ്പമാണ്, അത് പിന്നെ യുഗളായി മാറുന്നു. മഹിമയുണ്ടാകുന്നത് ബ്രഹ്മചാരിയുടേതാണ്. ചെറിയ കുട്ടികളെ സദോ പ്രധാനം എന്ന് പറയുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ഇത് ചിന്തയിൽ വരണം, നമ്മൾ ആദ്യം പ്രിൻസ് ആകും. ബെഗർ ടു പ്രിൻസ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ബെഗർ എന്ന് ആരെയാണ് പറയുന്നത്? ആത്മാവിനെ തന്നെയാണ് ശരീരത്തോടൊപ്പം ബെഗർ എന്നോ ധനികനെന്നോ പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ അറിയുന്നുണ്ട്, എല്ലാവരും ബെഗേഴ്സായി മാറും, എല്ലാം ഇല്ലാതായി പോകും. നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെയാണ് ബെഗർ ആകേണ്ടത്, ശരീരസഹിതം. ചില്ലിക്കാശ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇല്ലാതായി പോകും. ആത്മാവിന് ബെഗർ ആകേണ്ടതുണ്ട്, സർവ്വതും ഉപേക്ഷിക്കേണ്ടതുണ്ട്, പിന്നെ പ്രിൻസ് ആകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ധനസമ്പത്തുകളും മറ്റുമെല്ലാം ഉപേക്ഷിച്ച് ബെഗറായി നമ്മൾ വീട്ടിലേക്ക് പോകും. പിന്നെ പുതിയ ലോകത്തിൽ പ്രിൻസായി വരും. എന്തെല്ലാം ഉണ്ടോ എല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ പഴയ വസ്തുക്കളൊന്നും ഉപയോഗമുള്ളവയല്ല. ആത്മാവ് പവിത്രമായി മാറും. പിന്നെ ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വരും, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. എത്രത്തോളം നിങ്ങൾ ധാരണ ചെയ്യുമോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കും. ഈ സമയത്ത് ആരുടെയെങ്കിലും അടുക്കൽ 5 കോടി ഉണ്ടായിരുന്നാലും എല്ലാം ഇല്ലാതായി പോകും. നമ്മൾ വീണ്ടും നമ്മുടെ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി വന്നിരിക്കുകയാണ്. നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്
ആരെങ്കിലും മനസ്സിലാക്കുന്ന മറ്റൊരു സത്സംഗവും ഇല്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ബാബ നമ്മളെ ആദ്യം ബെഗറാക്കിയ ശേഷം പിന്നെ പ്രിൻസ് ആക്കുന്നു. ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിച്ചുവെങ്കിൽ ബെഗറായല്ലോ? യാതൊന്നുമില്ല. ഇപ്പോൾ ഭാരതത്തിൽ ഒന്നും തന്നെയില്ല. ഭാരതം ഇപ്പോൾ ബെഗർ, ഇൻസോൾവെൻ്റ് ആണ്. വീണ്ടും സോൾവെൻ്റ് ആകും. ആരാണാകുന്നത്? ആത്മാവ് ശരീരത്തിലൂടെ ആകുന്നു. ഇപ്പോൾ രാജാവും റാണിയും ഇല്ല, അവരും ഇൻസോൾവെൻ്റ് ആണ്. രാജാവിൻ്റെയും റാണിയുടെയും കിരീടവുമില്ല, രത്നം പതിപ്പിച്ച കിരീടവുമില്ല, ആ കിരീടവുമില്ല. അന്ധകാരം നിറഞ്ഞ നഗരമാണ്. സർവവ്യാപി എന്ന് പറയുന്നു. അതായത് എല്ലാവരിലും ഭഗവാനുണ്ട്, എല്ലാം ഒന്നുപോലെയാണ്. നായിലും പൂച്ചയിലും എല്ലാത്തിലുമുണ്ട് എന്നെല്ലാം. ഇതിനെ പറയുന്നത് അന്ധകാരം നിറഞ്ഞ നഗരം എന്നാണ്. ബ്രാഹ്മണരായ നിങ്ങളുടെ രാത്രിയായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പകൽ വന്നുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ എല്ലാവരും ജ്വലിക്കുന്ന ജ്യോതിയാണ്. ഇപ്പോൾ ദീപം തീർത്തും ഡള്ളായിപ്പോയി. ഭാരതത്തിൽ തന്നെയാണ് ദീപം തെളിയിക്കുന്നതിൻ്റെ സമ്പ്രദായമുള്ളത്. മറ്റാരും ദീപം തെളിയിക്കുന്നില്ല. നിങ്ങളുടെ ജ്യോതി അണഞ്ഞിരിക്കുകയാണ്. സദോ പ്രധാന വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ആ ശക്തി കുറഞ്ഞ് ഇപ്പോൾ ശക്തി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. വീണ്ടും ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ശക്തി നൽകുവാൻ. ബാറ്ററി നിറയ്ക്കുന്നു. ആത്മാവ് പിതാവായ പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ ബാറ്ററി നിറയുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ നാടകം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ആത്മാവിനെ ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനവും പാവനവും തീർച്ചയായും ആക്കണം. ബാബയ്ക്ക് സമാനം ജ്ഞാനത്തിൻ്റെ സാഗരവും ശാന്തിയുടെ സാഗരവും ഇപ്പോൾ തന്നെയാകണം. ഈ ദേഹത്തിൽ നിന്നും പൂർണ്ണമായും ബെഗറാകുന്നതിനായി ബുദ്ധിയിൽ ഉണ്ടായിരിക്കട്ടെ, ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. നമുക്ക് ബെഗറിൽ നിന്നും പ്രിൻസ് ആകേണ്ടതുണ്ട്. നമ്മുടെ പഠനം തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. വരദാനം. അതിശയം കാണിക്കുന്നതിന് പകരം അവിനാശി ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രമാക്കി മാറ്റുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. ഇക്കാലത്ത് ആരാണോ അല്പകാലത്തെ സിദ്ധിയുള്ളവർ, അവർ ലാസ്റ്റിൽ മുകളിൽ നിന്നും വരുന്നത് കാരണം സദോ പ്രധാന സ്റ്റേജ് അനുസരിച്ച് പവിത്രതയുടെ ഫലസ്വരൂപമായി അല്പകാലത്തെ അത്ഭുതം കാണിക്കുന്നു. എന്നാൽ ആ സിദ്ധി സദാകാലത്തേക്ക് നിലനിൽക്കുന്നില്ല. കാരണം അല്പസമയത്തിനുള്ളിൽ തന്നെ സദോ, രജോ, തമോ 3 സ്റ്റേജസിലൂടെയും കടന്നു പോകുന്നു. പവിത്ര ആത്മാക്കളായ താങ്കൾ സദാ സിദ്ധി സ്വരൂപമാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്നതിന് പകരം തിളങ്ങുന്ന ജ്യോതി സ്വരൂപം ആക്കുന്നവരാണ്. അവിനാശി ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രം ആക്കുന്നവരാണ്. അതിനാൽ എല്ലാവരും താങ്കളുടെ അടുക്കൽ തന്നെ അഞ്ജലി സ്വീകരിക്കാൻ വരും. സ്ലോഗൻ. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സഹയോഗിയും സഹജയോഗിയും ആയി മാറും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം
എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും
ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.